Hi everyone. So, നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രോബ്ലം ആണിത്. Calculate the moment of inertia of a rectangular cross section about the centroidal axis and also about its base. നമുക്കൊരു റെക്ടാങ്കിൾ ഉണ്ട്. ഇതിൻ്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് രണ്ട് കേസാണ് കണ്ടുപിടിക്കേണ്ടത്. ഒന്ന് അതിൻ്റെ സെൻട്രോയിഡൽ ആക്സിസിന് എബൌട്ടായിട്ടും അതിൻ്റെ ബേസിന് എബൌട്ടായിട്ടും നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, സോ ഒരു റെക്ടാങ്കിൾ അതിൻ്റെ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ ബ്രെഡ്ത്ത് ഈസ് ബി ആൻഡ് ഡെപ്ത് ഈസ് ഡി. ഓക്കെ, സോ ഈ റെക്ടാങ്കിളിൻ്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ നമ്മൾ ഡിറൈവ് ചെയ്യാൻ പോകുന്നത് നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ ഐ ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ആർ സ്ക്വയർ ഡി എ. ആർ എന്ന് പറഞ്ഞാൽ നമ്മൾ അതിൻ്റെ അകത്തൊരു എലമെൻറ്റ് കൺസിഡർ ചെയ്യണം. ആ എലമെൻറ്റും നമ്മൾ കൺസിഡർ ചെയ്യുന്ന ആക്സിസ് തമ്മിലുള്ള ഡിസ്റ്റൻസിനാണ് നമ്മൾ ആർ എന്ന് പറയുന്നത്. ഡി എ ഇസ് ദി എലമെൻറ്റൽ ഏരിയ. സോ എന്താ ഫിഗറിന് ഇതുപോലെ റീഡ്രോ ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ ആദ്യം ചെയ്യാൻ പോകുന്ന നമ്മൾ ക്വസ്റ്റ്യൻ്റെ ഫസ്റ്റ് പാർട്ടാണ്. യു ഗോയിങ് ടു കാൽക്കുലേറ്റ് ദ മൊമെന്റ് ഓഫ് ഇനേഷ്യ ഓഫ് ദിസ് റെക്ടാങ്കിൾ അബൌട്ട് ഇറ്റ്സ് സെൻട്രോയിഡൽ ആക്സിസ്. സെൻട്രോയിഡൽ ആക്സിസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആക്സിസ് സെൻട്രോയിഡിലായിരിക്കും. നമ്മൾ ഇതിന് മുമ്പത്തെ വീഡിയോയിലൊക്കെ റെക്ടാങ്കിളിൻ്റെ സെൻട്രോയിഡൊക്കെ കണ്ടുപിടിച്ചിട്ടുള്ളതാണ്. ഞാൻ അതിൻ്റെ ഒരു ലിങ്ക് ഇവിടെ കൊടുക്കുന്നുണ്ട്, ആ ലിങ്കിൽ കയറി നോക്കാം. ഓക്കെ, സോ അപ്പോൾ റെക്ടാങ്കിളിൻ്റെ സെൻട്രോയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ രണ്ട് ഡയമെൻഷൻ്റെയും മിഡ് പോയിന്റിലായിരിക്കും. സോ ബ്രെഡ് നോക്കുകയാണെങ്കിൽ b/2 ഡെപ്ത് നോക്കുകയാണെങ്കിൽ d/2. സോ എന്താ സെൻട്രോയിഡൽ ആക്സിസുകൾ കറക്റ്റായിട്ട് വരച്ചിട്ടുണ്ട്. ദിസ് ഈസ് എക്സ് ആക്സിസ് ആൻഡ് ദിസ് ഈസ് വൈ ആക്സിസ്. ഈ രണ്ട് ആക്സിസിനും കറസ്പോണ്ടിങ് ആയിട്ട് എന്താ എനിക്ക് ഈ റെക്ടാങ്കിൾ സെക്ഷൻ്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ കണ്ടുപിടിക്കണം. ഓക്കെ, സോ ഇപ്പോൾ ഫസ്റ്റ് കേസിൽ ഞാൻ ചെയ്യാൻ പോകുന്നത് എബൌട്ട് എക്സ് ആക്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനേഷ്യ ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. ഓക്കെ, സോ നമ്മളുടെ ബേസിക് ഇക്വേഷൻ, ഈ ഇക്വേഷൻ അങ്ങനെ വന്നത് ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ അവിടെ ഒരു ലിങ്ക് കൊടുക്കുന്നുണ്ട്, ആ ലിങ്കിൽ കയറി നോക്കുക. സോ അപ്പോൾ ഈ ബേസിക് ഇക്വേഷനിൽ ഇപ്പോൾ ഞാൻ ഐ ഈക്വൽ ടു ഇൻ്റഗ്രൽ ആർ സ്ക്വയർ ഡി എന്നാണ് എഴുതിയിട്ടുള്ളത്. ഞാനിപ്പോൾ കണ്ടുപിടിക്കാൻ പോകുന്നത് മൊമെന്റ് ഓഫ് ഇനേഷ്യ എബൌട്ട് എക്സ് ആക്സിസ് ആണ്. സോ വി ക്യാൻ റീറൈറ്റ് ദി ഇക്വേഷൻ ആസ് ix ഈക്വൽ ടു ഇൻ്റഗ്രൽ വൈ സ്ക്വയർ ഡി എ അല്ലേ. ഓക്കെ, ഈ എലമെൻ്റ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളിപ്പോൾ നേരത്തെ ഐ ഈക്വൽ ടു ആർ ഇൻ്റഗ്രൽ ആർ സ്ക്വയർ ഡി എന്നായിരുന്നു ഇക്വേഷൻ. അതിനകത്ത് ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന എലമെൻറ്റും നമ്മൾ കൺസിഡർ ചെയ്യുന്ന ആക്സിസും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്. നമുക്ക് എക്സ് ആക്സിസിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് മൊമെന്റ് ഓഫ് ഇനേഷ്യ കണ്ടുപിടിക്കേണ്ടതെങ്കിൽ ആ എലമെൻറ്റ് വേരി ചെയ്യേണ്ടത്, ആ എലമെൻറ്റിൻ്റെ ലൊക്കേഷൻ വേരി ചെയ്യേണ്ടത് വൈ ആക്സിസിലാണ്. അല്ല നമുക്ക് എക്സ് ആക്സിൽ മൊമെന്റ് ഓഫ് ഇനേഷ്യ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. സോ അതുകൊണ്ടാണ് இந்த എലമെൻറ്റ് ഇതേപോലെ കൺസിഡർ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഈ എലമെൻറ്റ് മാറുന്നതിനനുസരിച്ചിട്ട് വൈ ഡിസ്റ്റൻസ് മാറിക്കൊണ്ടിരിക്കും. എലമെൻറ്റിൻ്റെ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെക്ടാങ്കിളിൻ്റെ ബ്രെഡ്ത്ത് തന്നെയാണ്, ദാറ്റ്സ് ബി. അതിൻ്റെ തിക്നെസ് എന്ന് പറഞ്ഞാൽ ഡി വൈ ആണ്, സ്മോളസ്റ്റ് പോസിബിൾ തിക്നെസ് ഡി വൈ. ഓക്കെ, അതിൻ്റെ ലൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈ ആണ്, ഫ്രം ദി എക്സ് ആക്സസ്. ഈ എലമെൻറ്റിലൊക്കെ ഇപ്പോൾ എലമെൻറ്റിന് ഇപ്പോൾ നമുക്ക് ഫിഗർ വരയ്ക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഡി വൈനെ ഇത്രയും തിക്നെസ് ആയിട്ട് വരച്ചിട്ടുള്ളത്. ആക്ച്വലി ഡി വൈ എന്ന് പറയുന്നത് വളരെ ചെറിയൊരു വാല്യൂ ആണ്. സോ വളരെ ചെറിയ വാല്യൂ ആയതുകൊണ്ട് തന്നെ ഈ എലമെൻറ്റിൻ്റെ ലൊക്കേഷൻ നമുക്ക് വൈ ആയിട്ട് എടുത്താൽ മതി. ഇപ്പോൾ നമുക്ക് നോക്കുമ്പോഴത്തേനും വൈ എന്ന് പറഞ്ഞാൽ ഈ എലമെൻറ്റിൻ്റെ താഴത്തെ പോർഷൻ വരെയുള്ള ലൊക്കേഷനായിട്ട് നമുക്ക് തോന്നുള്ളൂ. പക്ഷെ അങ്ങനെയല്ല. ഡി വൈ എന്ന് പറയുന്നത് വളരെ ചെറിയ വാല്യൂ ആയത് കാരണം വൈ ക്യാൻ ബി ട്രീറ്റഡ് ആസ് ദി ലൊക്കേഷൻ ഓഫ് എലമെൻറ്റ് ഇറ്റ്സെൽഫ്. സോ നമ്മളുടെ ഇക്വേഷൻ ഇതുപോലെയോ ix ഈക്വൽ ടു ഇൻ്റഗ്രൽ വൈ സ്ക്വയർ ഡി എ. സോ നമുക്ക് ആദ്യം അതിൻ്റെ എലമെൻറ്റൽ ഏരിയ കണ്ടുപിടിക്കാം അല്ലേ. എലമെൻറ്റൽ ഏരിയ ഡി എ ഈക്വൽസ് എന്തായിരിക്കും എലമെൻ്റ് ഏരിയ? ആ എലമെൻറ്റും ഒരു റെക്ടാങ്കിൾ ആണ്. സോ എലമെൻ്റൽ ഏരിയ വിൽ ബി ബി ഇൻറ്റു ഡി വൈ. ഓക്കെ, സോ നമുക്കിനി അത് നമ്മളുടെ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ our equation becomes ix equal to integral y square b dy. ഇനി നമുക്കറിയാം നമ്മുടെ ഏത് ഇൻ്റഗ്രലാണെങ്കിലും അതിനൊരു ലിമിറ്റ് ഉണ്ടാവും. അതിനൊരു ലോവർ ലിമിറ്റും ഉണ്ടാവും, ഒരു അപ്പർ ലിമിറ്റും ഉണ്ടാവും. സോ നമ്മുടെ ഇതിൻ്റെ അകത്ത് നോക്കുക, വാട്ട് ഈസ് ദി ലോവർ ലിമിറ്റ് ആൻഡ് വാട്ട് ഈസ് ദി അപ്പർ ലിമിറ്റ്. വൈ വേരി ചെയ്യുന്നത് വൈ എന്ന് പറഞ്ഞാൽ എക്സ് എന്നുള്ള ഡിസ്റ്റൻസ് ആണ് അല്ലേ. ഈ വൈ ആക്സിസിലാണ് വൈ വേരി ചെയ്യുന്നത്. സോ ഈ റെക്ടാങ്കിളിന് വൈക്ക് വരാൻ പറ്റുന്ന ഏറ്റവും മിനിമം വാല്യൂ എന്ന് പറഞ്ഞാൽ റെക്ടാങ്കിളിൻ്റെ ഈ എൻഡ് ആണ്. വൈക്ക് വരാൻ പറ്റുന്ന ഏറ്റവും മാക്സിമം വാല്യൂ എന്ന് പറഞ്ഞാൽ റെക്ടാങ്കിളിൻ്റെ ടോപ്പ് എൻഡ് ആണ് അല്ലേ. സോ ബോട്ടം എൻഡ് മുതൽ ടോപ്പ് എൻഡ് വരെയാണ് വൈക്ക് വേരിയേഷൻ വരുന്നത്. സോ അപ്പോൾ എവിടെ മുതൽ എവിടെ വരെയും വേരിയേഷൻ വരിക? ഈ എക്സ് ആണ് നമ്മളുടെ ആക്സിസ്. സോ എക്സിലാണ് അത് 0 ആവുന്നത്. അങ്ങനെയാണെങ്കിൽ റെക്ടാങ്കിളിൻ്റെ ടോപ്പ് എൻഡ് എന്ന് പറഞ്ഞാൽ ദാറ്റ് വിൽ ബി d/2 അല്ലേ. ഇത്രയും ഡി ആണ്. സോ
this is d by 2 and from x to top bottom this is also d by 2. നമ്മൾ ടോപ്പ് ഡയറക്ഷൻ ആണ് പോസിറ്റീവ് ആയിട്ട് എടുക്കുന്നത്. സോ ഈ റെക്ടാങ്കിളിൻ്റെ ടോപ്പ് എൻഡ് എന്ന് പറഞ്ഞാൽ ദാറ്റ് വിൽ ബി പ്ലസ് ഡി ബൈ 2 ആൻഡ് റെക്ടാങ്കിളിൻ്റെ ബോട്ടം എൻഡ് വിൽ ബി മൈനസ് ഡി ബൈ 2. സോ our integral becomes integral minus d by 2 to plus d by 2 y square b dy. ഇനി നമുക്ക് ജസ്റ്റ് ഇതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ മതി. സോ നമുക്ക് ഇൻറ്റഗ്രൽ ഇങ്ങനെ എഴുതാമല്ലേ, ബി ഇൻറ്റു ഇൻറ്റഗ്രൽ മൈനസ് ഡി ബൈ 2 ടു പ്ലസ് ഡി ബൈ 2 വൈ സ്ക്വയർ ഡി വൈ. എന്തുകൊണ്ടാണ്? ബിക്ക് വേരിയേഷൻ ഇല്ല, ബി കോൺസ്റ്റൻ്റ് ആണ്. സോ നമ്മൾ കോൺസ്റ്റൻറ്റിന് പുറത്തേക്ക് എടുത്ത് വൈ മാത്രമാണ് വേരി ചെയ്യുന്നത്. സോ ഇൻറ്റഗ്രൽ വൈ സ്ക്വയർ ഡി വൈ എന്താണ്? വൈ ക്യൂബ് ബൈ 3 അല്ലേ. സോ ആഫ്റ്റർ ഇൻറ്റഗ്രേഷൻ വി വിൽ ഗെറ്റ് b into y cube by 3 that varies from minus d by 2 to plus d by 2. Then lower limit upper limit ഒക്കെ അപ്ലൈ ചെയ്യുക. ഞാൻ ഫുൾ കാൽക്കുലേഷൻ എഴുതുന്നില്ല. വിൽ ഗെറ്റ് ദ ഫൈനൽ ആൻസർ ആസ് ബി ഡി ക്യൂബ് ബൈ 12 ആൻഡ് ദാറ്റ്സ് ഐ എക്സ് എക്സ് വാല്യൂ. സോ ഇനി നമുക്ക് നമ്മൾ ഐ എക്സ് എക്സ് കണ്ടുപിടിച്ചു. ഇനി നമുക്ക് ഐ വൈ വൈ കണ്ടുപിടിക്കാം. ഓക്കെ, മൊമെന്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് വൈ ആക്സിസ്. സോ മൊമെന്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് വൈ ആക്സിസ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മുടെ എലമെന്റിന്റെ വേരിയേഷൻ വരേണ്ടത് എക്സ് ആക്സിസിലാണ്. സോ ഞാൻ എന്താ എലമെന്റ് ഇതേപോലെയാണ് കൺസിഡർ ചെയ്തിട്ടുള്ളത്. എലമെന്റ് സ്പെസിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ബ്രെഡ്ത്ത് ഈസ് ഡി എക്സ് ആൻഡ് ഡെപ്ത് ഈസ് ഡി. ലൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി എക്സ് യൂണിറ്റ്സ് ഫ്രം വൈ ആക്സിസ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡി എക്സ് എന്ന് പറയുന്നത് സ്മോളസ്റ്റ് പോസിബിൾ ഡയമെൻഷൻ ആണ്. സോ എക്സ് എന്ന് പറയുന്നത് തന്നെ ആ എലമെന്റ് ലൊക്കേഷൻ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഓക്കെ, സോ നമ്മളുടെ ഇക്വേഷൻ നമുക്ക് എങ്ങനെ റീറൈറ്റ് ചെയ്യാം? ഐ വൈ വൈ ഈക്വൽ ടു ഇൻറ്റഗ്രൽ എക്സ് സ്ക്വയർ ഡി എ. സോ നമുക്ക് ഇനി അതിൻ്റെ ഓരോ ടൈംസ് ആയിട്ട് കണ്ടുപിടിക്കാം. ഫസ്റ്റ് വൺ എലമെന്റൽ ഏരിയ ഡി എ എന്തായിരിക്കും? ദാറ്റ്സ് ഓൾസോ റെക്ടാങ്കിൾ വിത്ത് ഡി എക്സ് into depth d, dx into d. Then we can just substitute the values in the equation. So I y y equal to integral x square dx into d. So ആ ഒരു ഇൻ്റഗ്രലിനാണെങ്കിലും ലിമിറ്റ് കൊടുക്കണം അല്ലേ. അതിൻ്റെ വേരിയേഷൻ എങ്ങനെയാണ് വരുന്നത്? എക്സ് വേരി ചെയ്യുന്നത് റെക്ടാങ്കിളിൻ്റെ ലെഫ്റ്റ് എൻഡ് മുതൽ റൈറ്റ് എൻഡ് വരെയാണ്. ഇതാണ് നമ്മളുടെ വൈ ആക്സിസ്. സോ ദിസ് ഇസ് ബി അല്ലേ. സോ വൈ ആക്സിൽ നിന്ന് ഇവിടെ വരെയുള്ള ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ ബി ബൈ 2 ആണ്. ഇവിടെ വരെ ഡയമെൻഷനും ബി ബൈ 2 ആണ്. വി ആർ ടേക്കിംഗ് റൈറ്റ് സൈഡ് ആസ് പോസിറ്റീവ്. സോ എക്സിൻ്റെ വേരിയേഷൻ വിൽ ബി ഫ്രം ലെഫ്റ്റ് എൻഡ് ടു റൈറ്റ് എൻഡ്, വിച്ച് മീൻസ് ഫ്രം minus b by 2 to plus b by 2. Minus b by 2 to plus b by 2. സോ നമുക്കതിന് ഇതുപോലെ റീഅറേഞ്ച് ചെയ്ത് എഴുതാം. ഡി ഈസ് കോൺസ്റ്റൻറ്റ് അല്ലേ. ഡിക്ക് യാതൊരു വേരിയേഷനും വരുന്നില്ല. സോ നമുക്ക് ആ ഡീനെ ഇൻ്റഗ്രലിൽ നിന്ന് പുറത്തേക്ക് എടുക്കാം. സോ ഇൻ്റഗ്രൽ ബിക്കംസ് ഇൻ്റഗ്രൽ ഡി ഇൻറ്റു ഇൻ്റഗ്രൽ മൈനസ് ബി ബൈ 2 ടു പ്ലസ് ബി ബൈ 2 എക്സ് സ്ക്വയർ dx. So after integration it becomes d into x cube by 3 that varies from minus d by 2 to plus d by 2 and our answer becomes db cube by 12. So ഇത് രണ്ടുമാണ് നമ്മളുടെ centroidal axis about ആയിട്ടുള്ള moment of inertia. So as a summary നമുക്ക് എങ്ങനെ എഴുതാം? Moment of inertia of a rectangular lamina about its centroidal axis will be equal to 1/12 of length of side parallel to the axis into length of other side cubed. And Ixx equal to b 1/12 of b എന്ന് പറഞ്ഞാൽ ലെങ്ത് ഓഫ് നമ്മൾ എക്സ് ആണ് കൺസിഡർ ചെയ്തെങ്കിൽ അതിന് പാരലൽ ഡയമെൻഷൻ ബി ഇൻറ്റു അതർ ഡയമെൻഷൻ്റെ ക്യൂബ്. വൈ ആക്സിസ് എടുത്തപ്പോൾ അതിന് പാരലൽ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ ദാറ്റ് വാസ് ഡി ഇൻറ്റു ദി അതർ ഡയമെൻഷൻ ക്യൂബ് ഡിവൈഡ് ബൈ 12. നമുക്ക് നമ്മളുടെ ക്വസ്റ്റ്യൻ്റെ സെക്കൻഡ് പാർട്ട് ചെയ്യാം. Second part, we need to find out the moment of inertia of this rectangular lamina about its base. So നമുക്ക് ബേസ് ആണ് ഇതിൻ്റെ ഈ സൈഡ് ഇതാണ് റെക്ടാങ്കിളിൻ്റെ ബേസ്. നമുക്ക് ഈ ബേസിന് എബൌട്ട് ആയിട്ടാണ് നമുക്ക് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ കണ്ടുപിടിക്കേണ്ടത്. നമ്മൾ ഓൾറെഡി എക്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ കണ്ടുപിടിച്ചിട്ടുണ്ട്. നമുക്ക് എക്സ് ആക്സിന് പാരലലാണ് ബേസ് അല്ലേ. അങ്ങനെയാണെങ്കിൽ ബേസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ കിട്ടണമെങ്കിൽ നമുക്ക് പാരലൽ ആക്സിസ് തിയറം യൂസ് ചെയ്യാം. എന്താണ് പാരലൽ ആക്സിസ് തിയറം? ഐ ബേസ് ഇസ് ഈക്വൽ ടു ഐ എക്സ് എക്സ് പ്ലസ് എ എക്സ് സ്ക്വയർ അല്ലേ. പാരലൽ ആക്സിസ് തിയറത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ അവിടെ ഒരു വീഡിയോ ലിങ്ക് കൊടുക്കുന്നുണ്ട്, ആ ലിങ്കിൽ കയറി നോക്കുക. പാരലൽ ആക്സിസ് തിയറം പറയുന്നത് നമുക്ക് ഇപ്പോൾ ബേസിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്കൊരു മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ നോൺ ആയിട്ടുള്ളത് വേണം. ആൻഡ് ദാറ്റ് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യസ് ആക്സിസ് ഷുഡ് ബി പാരലൽ ടു ദി ആക്സിസ് വി ആർ കൺസിഡറിങ്.
നമ്മൾ നോക്കിയ ബേസിൻ്റെ ആക്സിസ് ആണ്. ഇതാണ് ബേസിൻ്റെ ആക്സിസ് അല്ലേ. ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ഇതാണ് ബേസിൻ്റെ ആക്സിസ് പോകുന്നത്. നമ്മൾ എക്സ് ആക്സിസ് എന്ന് പറഞ്ഞാൽ ഇതാണ്. അത് രണ്ടും പാരലൽ ആക്സിസ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ പാരലൽ ആക്സിസ് തിയറം യൂസ് ചെയ്യുന്നത്. നമുക്കിനി ഇതിൻ്റെ അകത്തേക്ക് വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുക്കാം. ഐ എക്സ് എക്സ് ഈസ് ബി ഡി ക്യൂബ് ബൈ 12 പ്ലസ് എ സെക്ഷൻ്റെ ഏരിയ ആണ്. സെക്ഷൻ്റെ ഏരിയ എത്രയാണ്? ഡയമെൻഷൻ വാസ് ബ്രെഡ്ത്ത് ഇൻറ്റു ഡെപ്ത് അല്ലേ, ഇൻറ്റു എച്ച് സ്ക്വയർ. എച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ എവിടെയാണോ കൺസിഡർ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ കൺസിഡർ ചെയ്തിട്ടുള്ളത് എക്സ് ആക്സിന് കറസ്പോണ്ടിങ് ആയിട്ടാണ്. ആ ആക്സിസും നമ്മളിപ്പോൾ കൺസിഡർ ചെയ്യുന്ന ആക്സിസും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്. രണ്ട് ആക്സിസും പാരലൽ ആയതുകൊണ്ട് ഒബ്വിയസ്ലി ദാറ്റ് വിൽ ബി ദി പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. സോ ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ് ആണ് എച്ച്. ഓക്കെ, സോ അത് എത്രയായിരിക്കും? ദാറ്റ് വിൽ ബി ഡി ബൈ 2 അല്ലേ. സോ our equation becomes I base is equal to BD cube by 12 plus BD into D by 2 the square. Just resolve എടുക്കുക and our answer is BD cube by 3. So this is our answer. നമുക്കിനി ഇതുപോലെ തന്നെ വേണമെങ്കിൽ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ അബൌട്ട് ടോപ്പ് സർഫസ് കണ്ടുപിടിക്കാം, മൊമെൻ്റ് ഓഫ് ഇനേഷ്യ അബൌട്ട് ബോട്ടം ലെഫ്റ്റ് സർഫസ് കണ്ടുപിടിക്കാം, റൈറ്റ് സർഫസും കണ്ടുപിടിക്കാം. ഓക്കെ, ഞാനിപ്പോൾ അതിൻ്റെ അകത്തുള്ള കാൽക്കുലേഷനൊക്കെ ഒന്നും കിടക്കുന്നില്ല, ജസ്റ്റ് ആൻസർ മാത്രമേ എഴുതുന്നുള്ളൂ. നമ്മളിപ്പോൾ ടോപ്പ് സർഫസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മൊമെൻ്റ് ഓഫ് ഇനേഷ്യ കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് ബി ഡി ക്യൂബ് തന്നെ കിട്ടുള്ളൂ. സെയിം കാൽക്കുലേഷൻ തന്നെ വരും. ഓക്കെ, സെയിം വാല്യൂ തന്നെ അല്ലേ. മുകളിലേക്കാണെങ്കിലും അതിൻ്റെ എച്ച് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി ഡി ബൈ 2 ഇറ്റ് സെൽഫ് അല്ലേ. നമ്മൾ കൺസിഡർ ചെയ്യുന്ന സർഫസ് ഇതായിരിക്കും. അത് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ദിസ് ഈസ് എച്ച് ആൻഡ് ദിസ് ഈസ് ഡി ബൈ 2. സോ സെയിം കാൽക്കുലേഷൻ തന്നെയാണ് വരിക. സോ ഐ ബേസ് വിൽ ബി ഈക്വൽ ടു ഐ ടോപ്പ് ദാറ്റ് ഈസ് ബി ഡി ക്യൂബ് ബൈ 3. ഇനി നമുക്ക് വേണമെങ്കിൽ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ കറസ്പോണ്ടിങ് ടു ലെഫ്റ്റ് ഹാൻഡ് ഓർ റൈറ്റ് ഹാൻഡ് എടുക്കാം. അവിടെ നമ്മൾ ഇക്വേഷൻ എടുക്കുമ്പോഴത്തേനും ഇക്വേഷൻ അതിനെ വരിക, അവിടെ ദാറ്റ് വിൽ ബി ഐ വൈ വൈ പ്ലസ് എച്ച് സ്ക്വയർ എന്ന് വരിക അല്ലേ. ലെഫ്റ്റ് ഹാൻഡോ റൈറ്റ് ഹാൻഡോ അതിന് പാരലായിട്ട് വരുന്ന ആക്സിസ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് വൈ ആക്സിസ്. സോ നമ്മളുടെ പാരലൽ ആക്സിസ് തിയറി യൂസ് ചെയ്യുമ്പോൾ നമ്മളുടെ ഇക്വേഷൻ എങ്ങനെ ചേഞ്ച് ചെയ്ത് എഴുതണം? ഐ ലെഫ്റ്റ് ഓർ ഐ റൈറ്റ് വിൽ ബി ഈക്വൽ ടു ഐ വൈ വൈ പ്ലസ് എ എച്ച് സ്ക്വയർ എന്ന് വേണം എഴുതാനായിട്ട്. സോ ഐ വൈ വൈ ഈസ് ഡി ബി ക്യൂബ് ബൈ 12, എ ഈസ് ബി ഇൻറ്റു ഡി ഇറ്റ് സെൽഫ്. എച്ച് എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് ആണ് എടുക്കുന്നതെങ്കിൽ നമ്മളിപ്പോൾ കൺസിഡർ ചെയ്യുന്ന ആക്സിസും നമ്മൾ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ ഓൾറെഡി ഡിറ്റർമിൻ ചെയ്തിട്ടുള്ള ആക്സിസും തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ദിസ് ഇസ് എച്ച്. എത്രയാണ്? ദിസ് ഇസ് ബി ആണ്, ഈ സൈഡ് ബി ആണ്. സോ ദിസ് വിൽ ബി ബി ബൈ 2. ഓക്കെ, സോ ജസ്റ്റ് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക. ദെൻ യു വിൽ ഗെറ്റ് ഡി ബി ക്യൂബ് ബൈ 3. റൈറ്റ് സർഫസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കാൽക്കുലേഷൻ ചെയ്താലും സെയിം വാല്യൂ തന്നെ കിട്ടുള്ളൂ. സോ ആസ് എ സമ്മറി വി ക്യാൻ റൈറ്റ് ലൈക്ക് ദിസ്: ഐ എക്സ് എക്സ് ഈക്വൽ ടു ബി ഡി ക്യൂബ് ബൈ 12, ഐ വൈ വൈ ഈക്വൽ ടു ഡി ബി ക്യൂബ് ബൈ 12, ഐ ബേസ് equal to I top, this determined from the parallel axis theorem is BD cube by 3, and I left and I right that also determined from the parallel axis theorem considering the y axis, and that will be dB cube by 3.